ഒന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് സഹനം എടുത്തു മാറ്റും, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തി തന്നിട്ടേ നമുക്ക് സഹനം തരും. ഉറപ്പായിട്ടും നിത്യതയിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഭൂമിയിലെ സഹനമാണ്. നമ്മുടെ ഏത് അവസ്ഥയും ഈശോ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പറയാനും ഒക്കെ കുറച്ച് എളുപ്പമാണ് സഹനത്തെ പറ്റി, അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പൊ നമ്മൾ പോയിട്ട് ആശ്വസിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമുക്കെല്ലാവരുടെ ജീവിതത്തിനകത്തും നമ്മുടേതായിട്ടുള്ള സഹനങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള സഹനങ്ങളുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള സഹനങ്ങളുണ്ട്, ആത്മീയപരമായിട്ടുള്ള സഹനങ്ങളുണ്ട്. ഇത് അനുഭവിക്കുന്ന മനുഷ്യർക്കേ ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഇത് എളുപ്പമല്ല. പക്ഷെ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണെങ്കിലും ഇതത്ര എളുപ്പമല്ല. പക്ഷെ ഈ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നുണ്ട്, സഹനം ഒന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് സഹനം എടുത്തു മാറ്റും, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തി തന്നിട്ടേ നമുക്ക് സഹനം തരും. അതുകൊണ്ട് ആകുലതകളില്ലാതെ ജീവിക്കും. ഫ്രാൻസിസ് ഡി സാലസ് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലപ്പം സഹനം എടുത്തു മാറ്റും, സഹനം തരില്ല. ഇനി സഹനം തരുന്നുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി തന്നിട്ടേ തരും. അതുകൊണ്ട് ആകുലതകളില്ലാതെ ജീവിക്കുക. നീതിമാന്മാർ എന്തിനു സഹിക്കുന്നു? എപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഉത്തരം കിട്ടാൻ നമുക്ക് ഈ ജോബിന്റെ പുസ്തകം സഹായിക്കും. ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെ ഇല്ല, പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടത് വശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. എന്നാൽ എന്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടെ തന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ദൈവ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കുറെ നാള് മദർ തെരേസയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നാലും മദർ തെരേസ പ്രാർത്ഥിച്ചു, ദൈവാനുഭവം ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്കിങ്ങനെ അന്ധതമസ് എന്റെ കണ്ണുകളെ മുടിയുന്ന ഈ അധ്യായത്തിന്റെ അവസാനം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ മിക്കവാറും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവത്തിന് ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് മാത്രമല്ല, ഉറപ്പായിട്ടും നിത്യതയിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഭൂമിയിലെ സഹനമാണ്. ഈശോ നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്, ദൈവം നമ്മെ എപ്പോഴും കാണുന്നുണ്ട്. ആ സഹനത്തിലും ജോബിന്റെ ഭാര്യ പറയുന്നുണ്ടല്ലോ, നീ പോയി ഈശോനെ തള്ളി പറഞ്ഞിട്ട് പോയി തൂങ്ങി മരിക്കാൻ പറയുമ്പോഴും ജോബ് അങ്ങനെ ചെയ്യുന്നില്ല. എന്താണ് മനസ്സിലാകുന്നത്? ഈശോന്റെ വരി അറിയുന്നു, ദൈവം നമ്മെ എപ്പോഴും കാണുന്നുണ്ട്. നമ്മുടെ ഏത് സഹനത്തിലും ദൈവം നമ്മുടെ വരി കാണുന്നുണ്ട്. ആ ഒരു ബോധ്യമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടല്ലോ, നിക് വോയ്ചച്ച്. സോ 2 കൈയും 2 കാലും ഇല്ലാത്തൊരു പുള്ളി, അറിയാം, നമ്മൾ ടി വിയിൽ കാണുന്ന ആ പുള്ളിയെ. സോ ആ പുള്ളി ആ ജനിച്ച സമയത്ത് ആ പുള്ളി വീട്ടിൽ തന്നെ ഇരിക്കുമെന്നാണ് ആ ജനിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവരുടെ പേരൻസ് പുള്ളിയെ സ്കൂളിലൊക്കെ അയച്ചു. പക്ഷെ ഒരു 10-ാം വയസ്സൊക്കെ ആയപ്പം ആ സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും നിന്ന് ഒരു നെഗറ്റീവ് ഫീലിംഗ് കിട്ടിയപ്പോഴത്തേന് പുള്ളി പോയി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ആ പുള്ളിക്ക് കിട്ടിയ ഒരു വചനമാണ്, അതിൽ നിന്ന് പിന്തിരിയാൻ പുള്ളി സഹായിച്ചൊരു സങ്കീർത്തനം 139. അതായത് എല്ലാം കാണുന്ന ദൈവം. അതിനകത്ത് 3rd വേഴ്സ് ഇതാ പറയുന്നത്, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. സോ അതായത് നമ്മുടെ ഏത് അവസ്ഥയും ഈശോ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ സഹനത്തിലായാലും നല്ലതായിട്ടിരിക്കുവാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോ കാണുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ പോയി ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തോ പറയുന്നത്, ഗോലിയാത്തിൻ്റെ കയ്യിൽ എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാം ആമോസും ഉണ്ട്, പക്ഷെ ദാവീദിന് ഒന്നുമില്ല. സോ ദാവീദ് അവിടെ പറയുന്നത് ഈശോ നാമത്തിലാണ്. അതായത് ആ എക്സാക്ട് വേർഡിങ് മറന്നു. ദാവീദ് അത് പറയുന്നത് എന്തു പറഞ്ഞാൽ, സർവശക്തനായ യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. സോ ദാവീദിന് അറിയാം അവൻ്റെ അവസ്ഥ, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ എങ്കിൽ ഈശോ നാമത്തിൽ അവൻ അവിടെ പോയി ഫൈറ്റ് ചെയ്യുന്നു. സോ ഈ വചനം പറയുന്ന എൻ്റെ വരി അവിടെ നിന്ന് അറിയുന്നു. സോ ദൈവം നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്. സാംസ് 139 പറയുന്ന പോലെ, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് അറിയാം. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ് തന്നെ ഈശോ പറയുന്നുണ്ടല്ലോ, ആ വിഡോ 2 ചെമ്പ് നാണയങ്ങൾ ഇടുമ്പോഴും ഈശോ ബാക്കി എല്ലാവരും നിറയിട്ടപ്പോഴും ആ ഒരു 2 ചെമ്പ് നാണയം ഇട്ട് ആ വിഡോയെ ഈശോ കാണുന്നു. സോ ഈശോ അവിടെ എന്തോ മനസ്സിലാക്കുന്നത്, ആ പർട്ടിക്കുലർ
ആ സ്ത്രീയുടെ ദാരിദ്ര്യം, അവരുടെ അവസ്ഥ, അവരുടെ ആ ഒരു എക്സാക്ട് എന്ന സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നത് അതവിടെ യേശു മനസ്സിലാക്കിയിട്ടാണ് അവരാണ് മറ്റുള്ളവരെക്കാൾ എല്ലാം അധികമായിട്ടെന്ന് പറയുന്നത്. സോ അവരുടെ ആ ഒരു എക്സാക്ട് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവർ മൊത്തം വിട്ടു, അത് അവിടെ യേശു മനസ്സിലാക്കുന്നു. അതാണ് ഈ വചനവും പറയുന്നത്, അവിടെ നിന്ന് വരെ അറിയുന്നു, അല്ലെങ്കിൽ സാംസ് പറയുന്ന പോലെ ദൈവം എല്ലാം കാണുന്നു. സോ നമ്മൾ ഏത് സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ, എൻ്റെ അവസ്ഥ ഈശോ കാണുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം.